അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമം നിയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B3. നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B3. ഏറ്റവും സ്ഥിരതയുള്ള വിറ്റാമിൻ വിറ്റാമിൻ B3. ഏറ്റവും സ്ഥിരതയുള്ള വിറ്റാമിൻ വിറ്റാമിൻ B3. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലങ്ക്ര. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലങ്ക്ര. പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B5. പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B5. വിറ്റാമിൻ B5ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പരസ്തേഷ്യ. വിറ്റാമിൻ B5ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പരസ്തേഷ്യ. പിറിഡോക്സിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B6. പിറിഡോക്സിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B6. വിറ്റാമിൻ B6ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം മാനസിക സമ്മർദ്ദം. വിറ്റാമിൻ B6ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം മാനസിക സമ്മർദ്ദം. വിറ്റാമിൻ B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ. വിറ്റാമിൻ B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ. ആദ്യകാലങ്ങളിൽ വിറ്റാമിൻ B7 അറിയപ്പെട്ടിരുന്നത് വിറ്റാമിൻ H. ആദ്യകാലങ്ങളിൽ വിറ്റാമിൻ B7 അറിയപ്പെട്ടിരുന്നത് വിറ്റാമിൻ H. ഹെയർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7. ഹെയർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ B7. മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ B7. വിറ്റാമിൻ B7ൻ്റെ നല്ല സ്രോതസ്സുകൾ ബീഫ്, ചിക്കൻ, മുട്ട. വിറ്റാമിൻ B7ൻ്റെ നല്ല സ്രോതസ്സുകൾ ബീഫ്, ചിക്കൻ, മുട്ട. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B9. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ B9. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9. ഗർഭിണികൾക്ക് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ B9. വിറ്റാമിൻ B9ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. വിറ്റാമിൻ B9ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. വിറ്റാമിൻ B12ൻ്റെ ശാസ്ത്രീയ നാമം
സൈനോകൊബാലമൈൻ. വിറ്റാമിൻ B12 ശാസ്ത്രീയ നാമം. സൈനോകൊബാലമൈൻ. വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം. കൊബാൾട്ട്. വിറ്റാമിൻ B12 അടങ്ങിയ ലോഹം. കൊബാൾട്ട്. മാംസഭക്ഷണത്തിൽ മാത്രം അടങ്ങിയ വിറ്റാമിൻ. വിറ്റാമിൻ B12. മാംസഭക്ഷണത്തിൽ മാത്രം അടങ്ങിയ വിറ്റാമിൻ. വിറ്റാമിൻ B12. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. പെർനീഷ്യസ് അനീമിയ. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ. വിറ്റാമിൻ C. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ആദ്യ വിറ്റാമിൻ. വിറ്റാമിൻ C. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ. വിറ്റാമിൻ C. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ. വിറ്റാമിൻ C. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ C. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ C. മോണയുടെയും രക്തക്കുഴലിൻ്റെയും ആരോഗ്യത്തിനാവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ C. മോണയുടെയും രക്തക്കുഴലിൻ്റെയും ആരോഗ്യത്തിനാവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ C. ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. മാംസസ്രോതസ്സുകളിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ. വിറ്റാമിൻ C. മാംസസ്രോതസ്സുകളിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ. വിറ്റാമിൻ C. സിട്രസ് പഴവർഗ്ഗങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ C. സിട്രസ് പഴവർഗ്ഗങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ.
വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. നാവികരുടെ ഫ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ ഫ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. സ്കർവിയുടെ ചികിത്സയും കാരണവും കണ്ടുപിടിച്ചത് ജെയിംസ് ലിൻഡ്. സ്കർവിയുടെ ചികിത്സയും കാരണവും കണ്ടുപിടിച്ചത് ജെയിംസ് ലിൻഡ്. ജലദോഷത്തിനെതിരെ ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. ജലദോഷത്തിനെതിരെ ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിനെ എതിർക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ. രക്തം കട്ടപിടിക്കുന്നതിനെ എതിർക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ. സസ്യസ്രോതസ്സുകളിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിനുകൾ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി12. സസ്യസ്രോതസ്സുകളിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിനുകൾ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി12. വിറ്റാമിൻ സി ആദ്യമായി വേർതിരിച്ചെടുത്തത് കാബേജിൽ നിന്ന്. വിറ്റാമിൻ സി ആദ്യമായി വേർതിരിച്ചെടുത്തത് കാബേജിൽ നിന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.